കേന്ദ്ര സർക്കാർ പുതിയ പാൻ കാർഡായ പാൻ 2.0 ഇറക്കിയത് നിങ്ങൾ അറിഞ്ഞാണല്ലോ. എല്ലാവർക്കുള്ള ഒരു ഡൗട്ട്, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാൻ കാർഡ് ഇനി ഉപയോഗിക്കാൻ പറ്റുമോ, അത് വാലിഡ് ആണോ എന്നാണ്. ആരും പേടിക്കേണ്ടയില്ല, ഇപ്പോൾ ഉള്ള പാൻ കാർഡ് തുടർന്ന് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് പഴയ പാൻ ഉള്ളവർ പുതിയ പാൻ 2.0യിലേക്ക് എങ്ങനെ മാറാമെന്നാണ്. ഗൂഗിളിൽ പാൻ കാർഡ് 2.0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന സ്ക്രീനിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റും റീപ്രിന്റ് ഓഫ് പാൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. അവിടെ നിങ്ങളെ പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻ്റർ ചെയ്യാം. ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഒരു ടിക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക കറക്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ നമുക്ക് OTP വരുന്നത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തതിനു ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ മൊബൈൽ നമ്പറാണ് കൊടുത്തത്. സോ എനിക്കിപ്പോൾ മൊബൈൽ നമ്പറിലോട്ടാണ് OTP വരിക. അപ്പോൾ വരുന്ന OTP നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യുക, അതായത് വാലിഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് പേയ്മെന്റ് ആണ് വരുന്നത്. നമുക്കൊരു 50 രൂപ ചാർജ് ഇവിടെ വരുന്നുണ്ട്. 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഒന്നെങ്കിൽ Paytm ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ബിൽ ഡെസ്ക് ഉപയോഗിച്ച് ചെയ്യാം. ഞാനിവിടെ Paytm ആണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യാം. അടുത്ത പേജിൽ നമ്മൾ 50 രൂപ എന്നുള്ളത് ഒരു കൺഫർമേഷന് വേണ്ടി കൊടുക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻ വരും. നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ കാർഡ് ഉപയോഗിച്ച്, UPI ഉപയോഗിച്ച്, നെറ്റ് ബാങ്കിങ്. ഞാനിവിടെ QR ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്തിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഈ പേജിൽ നിന്ന് ഒരിക്കലും ബാക്ക് വരരുത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക അതിൻ്റെ റെസ്പോൺസ് വരുന്നത് വരെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. റെസീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ആൻഡ് പ്രിന്റ് പേയ്മെന്റ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്കൊരു ഡൗൺലോഡ് PDF ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ പുതിയ പാൻ കാർഡ് പോസ്റ്റലായിട്ട് വരും.